ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് സ്മൈൽമാൻ എന്ന മൂവിയാണ്. ആൾക്കാരെ ചിരിപ്പിച്ചു കൊള്ളുന്നൊരു സൈക്കോ. കേൾക്കുമ്പോൾ തന്നെ വിചിത്രമായിട്ട് തോന്നുന്നില്ലേ? അപ്പോൾ മൂവിയിലേക്ക് കടക്കാം. അതിനു മുമ്പ് ആദ്യമായിട്ട് ചാനൽ വന്നിട്ടുള്ളവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഫോറസ്റ്റ് ഏരിയയിൽ ഒരാൾ കിടക്കുന്നതാണ്. അയാളുടെ മുഖത്ത് ആരോ സ്കെച്ച് കൊണ്ടൊരു സ്മൈൽ വരച്ചിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ തന്നെ ഒരു വണ്ടി മറ്റൊരു വണ്ടിയെ ചേസ് ചെയ്തു പോകുന്നു. അതിലൊരു വണ്ടി ആക്സിഡന്റ് ആവുകയും ചെയ്യുന്നുണ്ട്. നായകനായ ചിദംബരത്തിന്റെ വണ്ടിയായിരുന്നു ആക്സിഡന്റ് ആയത്. അയാളുടെ അടുത്തേക്ക് വന്ന് ഒരാൾ നിൽക്കുന്നതും കാണിക്കുന്നു. പിന്നീട് 5 വർഷം കഴിഞ്ഞുള്ള കഥയാണ് കാണിക്കുന്നത്. ഈ ആക്സിഡന്റും ഒരു കുട്ടിയെ എല്ലാം തന്നെ സ്വപ്നം കണ്ടുകൊണ്ട് ഉണരുകയാണ് ചിദംബരം. അവൾ തന്നെ അയാളെ കാണാൻ അയാളുടെ ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു. ആക്സിഡന്റിന് ശേഷം അയാൾ റിക്കവറായി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. മാത്രമല്ല അയാൾക്ക് അൾഷിമേഴ്സ് ഡിസീസ് കൂടിയുണ്ട്. ഒരു വർഷത്തിനുള്ളിൽ അയാളുടെ എല്ലാ ഓർമ്മകളും നശിച്ചു പോകും. എന്നാൽ അമിതമായിട്ട് അയാൾ സ്ട്രെസ് ചെയ്യുകയാണെങ്കിൽ അയാളുടെ മെമ്മറീസ് ഒരു വർഷത്തിന് മുൻപേ തന്നെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നും ഡോക്ടർ പറയുന്നുണ്ട്. അതുകൊണ്ട് മാക്സിമം റെസ്റ്റ് എടുക്കുക. അത് മനസ്സിലാക്കിയ CBCID ഓഫീസർ കൂടിയായ ചിദംബരം ആകട്ടെ താൻ തന്റെ ലൈഫിൽ കൈകാര്യം ചെയ്തിരുന്ന എല്ലാ കേസുകളും തന്റെ സിസ്റ്റത്തിൽ ടൈപ്പ് ചെയ്ത് സൂക്ഷിച്ചു വെക്കുന്നു. മാത്രമല്ല അയാൾ കൈകാര്യം ചെയ്ത സീരിയൽ കില്ലിംഗ് കേസുകളെല്ലാം കൂടി ചേർത്തിട്ട് ഒരു ബുക്കും പബ്ലിഷ് ചെയ്യുന്നു. അത് പബ്ലിഷ് ചെയ്യുന്ന ദിവസം അയാളോട് മീഡിയ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. കാരണം അയാളുടെ ബുക്കിന്റെ അവസാനം സ്മൈൽമാൻ എന്ന സീരിയൽ കില്ലറിനെ കുറിച്ചുള്ള കഥയായിരുന്നു. പക്ഷെ അത് അയാൾ പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ യഥാർത്ഥത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് സ്മൈൽമാനെ ചിദംബരത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ടീമിലെ വെങ്കടേഷ് എന്നൊരാള് വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. ആ കേസ് അന്ന് തന്നെ ക്ലോസ് ചെയ്തതാണ്. പിന്നെ എന്തുകൊണ്ട് ഇയാൾ ഈ ബുക്കില് സ്മൈൽമാന്റെ കേസ് മുഴുവനാക്കിയില്ല എന്നതായിരുന്നു എല്ലാവരുടെയും ചോദ്യം. അന്ന് ആ സ്മൈൽമാൻ എന്ന സീരിയൽ കില്ലറിനെ ചിദംബരത്തിന്റെ കൂട്ടുകാരൻ വെങ്കടേഷ് കൊന്നെങ്കിലും പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷം വെങ്കടേഷിനെ കാണാതാവുകയായിരുന്നു. അയാൾ ഇപ്പോഴും എവിടെയാണെന്ന് ആർക്കും അറിയില്ല. ഇവരുടെ ഈ ചോദ്യങ്ങളും അയാളുടെ മനസ്സിലെ മെമ്മറീസും എല്ലാം കൂടെ മാറി മറിഞ്ഞു വരുന്നതോടുകൂടി ചിദംബരം ആകെ പാനിക് ആകുന്നു. അയാൾ ഇടയ്ക്കിടയ്ക്ക് ആ ആക്സിഡന്റും ഒരു കുട്ടിയെയും മനസ്സിൽ കാണുന്നുണ്ട്. പെട്ടെന്ന് ഡോക്ടർ വന്ന് അയാളെ അവിടെ നിന്നും കൂട്ടിക്കൊണ്ടു പോവുകയാണ്. പുറത്തേക്കിറങ്ങിയ അയാളുടെ അടുത്തേക്ക് കാണാതായ ചിദംബരത്തിന്റെ മകൻ അരവിന്ദ് വരുന്നു. അയാളും ഇപ്പോൾ CBI ഓഫീസറായിരുന്നു. തന്റെ അച്ഛനെ കാണാതാകുന്ന സമയത്ത് അവസാനം കൂടെ ഉണ്ടായിരുന്നത് സാർ ആണെന്ന് എനിക്കറിയാം. സാറിന് എന്തെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ എന്നോട് പറയണം. അച്ഛൻ എന്ത് സംഭവിച്ചതെന്നറിയാതെ ഞാൻ ഇപ്പോഴും ആകെ ടെൻഷനിൽ തന്നെയാണ്. എന്നാൽ എന്റെ കണ്ടീഷനെ പറ്റിയെല്ലാം നിനക്കറിയില്ലേ? എനിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഓർമ്മ വരുവാണെങ്കിൽ ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ടാണ് ചിദംബരം വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നത്. അയാൾ അയാളുടെ വീടിന്റെ അടുത്തേക്ക് ആ വണ്ടി കൊണ്ടുപോകാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. കുറച്ചു മുൻപേ റോഡിൽ തന്നെ അയാൾ ഇറങ്ങി. വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പ് അയാൾ ആ പരിസരം എല്ലാം നല്ലപോലെ നോക്കുന്നുണ്ട്. തന്നെ ആരെങ്കിലും വാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് കൂടി നോക്കുന്നു. ഉള്ളിൽ കയറി അയാളാകട്ടെ അന്ന് നടന്ന സംഭവങ്ങളെല്ലാം തന്നെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട്. കാരണം തന്റെ മെമ്മറീസ് പോവുകയാണെങ്കിലും ഇത് കേട്ട് മനസ്സിലാക്കാനായിരുന്നു അത്. അതിനുശേഷം അയാൾ പോകുന്നത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയർഡ് ആയ വീരയ്യ എന്ന ആളുടെ വീട്ടിലേക്കായിരുന്നു. അയാൾ കൈകാര്യം ചെയ്ത കേസില് വലിയ ക്രിമിനൽസ് ആയിരുന്നെങ്കിലും ആൾബലത്താലും കാശിന്റെ ബലത്താലും രക്ഷപ്പെട്ട ഒരു 4 പേരുടെ ഡീറ്റെയിൽസ് വേണമെന്ന് പറയുന്നു. 4 അല്ല 40 പേരെ തനിക്ക് കാണിച്ചു തരാൻ പറ്റുമെന്നാണ് വീരയ്യ പറയുന്നത്. കുറച്ചു നേരം ആലോചിച്ച ശേഷം സ്വന്തം മകളെ വരെ പീഡിപ്പിച്ച ഒരു ക്രിമിനലിന്റെ പേര് ഉൾപ്പെടെ 4 പേരുടെ പേര് വീരയ്യ പറഞ്ഞു കൊടുക്കുന്നു. അവരുടെ ഡീറ്റെയിൽസ് കിട്ടിയ സ്ഥിതിക്ക് ചിദംബരം പറയുന്നുണ്ട് ഈ 4 പേരെയും നിങ്ങൾ ഫോളോ ചെയ്യണമെന്ന്. അവരെവിടെയൊക്കെ പോകുന്നു, എന്തൊക്കെ ചെയ്യുന്നുവെന്ന്. അതിനാവശ്യമായ ക്യാഷും വീരയ്ക്ക് അയാൾ കൊടുക്കുന്നു. തന്റെ മകളുടെ ഫീസ് അടിക്കാൻ വേണ്ടിയിട്ട് കാശ് അന്വേഷിച്ച് നടന്നിരുന്ന വീരയ്ക്ക് ആ കാശ് കിട്ടിയതോടെ വളരെയധികം ആശ്വാസമായി. വീരയ്യ പറഞ്ഞു കൊടുത്ത ഈ 4 ക്രിമിനൽസിന്റെയും കൂടെ ചിദംബരം കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്നു. പല രീതിയിലും അവരുമായിട്ട് കണ്ടുമുട്ടുകയും അവരുമായിട്ടൊരു സൗഹൃദം സ്ഥാപിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ കുറച്ചു ദിവസങ്ങൾ കടന്നുപോയപ്പോ ഈ ചിദംബരം കൂട്ടുകൂടിക്കൊണ്ടിരുന്ന അതിലൊരു ക്രിമിനലിനെ രാത്രി ഒരു വണ്ടി വന്ന് ഇടിക്കുകയും അയാളെ ആ വണ്ടിയിൽ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ നഗരത്തിലെ ഒരു വേസ്റ്റ് ബിന്നിനുള്ളിൽ നിന്നും അയാളുടെ മൃതദേഹമാണ് കിട്ടുന്നത്. ആ മൃതദേഹത്തിന് പ്രത്യേകതയുണ്ടായിരുന്നു. അയാളുടെ മുഖത്ത് വലിയ രീതിയിൽ ഒരു ചിരി വിടർത്തുന്ന രീതിയിൽ അത്രയും ഭാഗത്തെ മാംസം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. സംഭവം അറിഞ്ഞ ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാരെല്ലാം ഞെട്ടി. കാരണം ഇത് സ്മൈൽമാൻ ചെയ്യുന്ന തരത്തിലുള്ള ഒരു കൊലപാതകമായിരുന്നു. സ്മൈൽമാന്റെ കേസ് വർഷങ്ങൾക്ക് മുമ്പ് ഇവർ അവസാനിപ്പിച്ചതാണ്. വീണ്ടും അതുപോലെ കില്ലിംഗ് നടക്കുന്നുണ്ടെങ്കിൽ, വീണ്ടും അതുപോലെ കില്ലിംഗ് നടക്കുകയാണെങ്കിൽ ജനങ്ങൾ വളരെയധികം പാനിക് ആകാനുള്ള സാധ്യതയുണ്ട്. കേസ് അന്വേഷിക്കാൻ വരുന്നത് അരവിന്ദും ടീമുമായിരുന്നു. ചിരി വരുത്തുന്ന രീതിയിൽ മാംസം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടെങ്കിലും ബ്ലഡ് ഒന്നും തന്നെ പോയിട്ടില്ല. അതിനർത്ഥം ഇയാളെ കൊന്ന ശേഷം ഒരുപാട് നേരം വെയിറ്റ് ചെയ്ത് ബ്ലഡ് ക്ലോട്ട് ആയ ശേഷമാണ് അയാളുടെ മുഖത്തെ മാംസം കട്ട് ചെയ്ത് മാറ്റിയിരിക്കുന്നത്. കൊല നടന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ വെച്ചിട്ടല്ല. കേസുമായിട്ട് മുന്നോട്ട് പോകാൻ നേരത്ത് ഇവർ 5 വർഷം മുമ്പ് നടന്ന ഇതുപോലെയുള്ള കില്ലിങ്ങിനെ പറ്റിയുള്ള ഫയൽസ് എല്ലാം തന്നെ എടുക്കുന്നുണ്ട്. ഇവരുടെ സീനിയർ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ കൂടുതൽ റെഫറൻസിന് വേണ്ടിയിട്ട് അന്ന് ഈ കേസ് കൈകാര്യം ചെയ്ത ചിദംബരത്തിന്റെ അഡ്വൈസ് കൂടി നിങ്ങൾ സ്വീകരിക്കണമെന്ന്. അരവിന്ദന്റെ കൂടെ ആ ടീമിലുണ്ടായിരുന്ന പെൺകുട്ടിയായിരുന്നു കീർത്തന. അരവിന്ദ് അന്ന് രാത്രി തന്നെ ചിദംബരത്തിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഈ കേസിനെ പറ്റിയെല്ലാം സാർ ന്യൂസിൽ കേട്ടിട്ടുണ്ടാകുമല്ലോ, ഞങ്ങൾക്ക് സാറിന്റെ അഡ്വൈസ് വേണമെന്ന്. താൻ തന്റെ ഡോക്ടറിന്റെ കൂടെ പെർമിഷൻ ചോദിച്ചിട്ട് മാത്രമേ കേസിലേക്ക് ഇൻവോൾവ് ആകൂ എന്നാണ് ചിദംബരം പറയുന്നത്. പക്ഷേ ചിദംബരത്തിന്റെ ഡോക്ടർ പറയുന്നുണ്ട് ഇത് അയാൾക്ക് വളരെയധികം സ്ട്രെസ് കൊടുക്കുമെന്ന്, അയാളുടെ മെമ്മറിയെ ഒരുപാട് ബാധിക്കുമെന്നും. എന്നാൽ അരവിന്ദ് പറയുന്നു നിങ്ങൾ ഈ കേസിൽ ഇൻവോൾവ് ആയെങ്കിലേ പറ്റൂ. നിങ്ങൾ ബുക്ക് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ കില്ലിംഗ് വീണ്ടും തുടങ്ങിയത്. 5 വർഷം മുമ്പ് അവസാനിച്ചിരുന്നതാണ്. സ്മൈൽമാനെ എന്റെ അച്ഛൻ കൊന്നതുമാണ്. അങ്ങനെ അവസാനം ആ കേസിൽ ഇൻവോൾവ് ആകാൻ ചിദംബരം തീരുമാനിക്കുന്നു. അയാൾ ഓഫീസിലേക്ക് കയറി ചെല്ലുന്നു. അയാളുടെ തിരിച്ചുവരവിൽ എല്ലാവരും ഒരുപാട്
ഹാപ്പി ആയിരുന്നു. ഒഫീഷ്യലായിട്ട് ജോലിയിൽ ജോയിൻ ചെയ്തില്ലെങ്കിലും ഇവർക്ക് വേണ്ട അഡ്വൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് സീനിയർ അയാളോട് പറയുന്നു. അങ്ങനെ ഫയലെല്ലാം തന്നെ അയാൾ നല്ലപോലെ പഠിക്കുകയാണ്. പല തെളിവുകളൊന്നും തന്നെ ഈ കേസിൽ കിട്ടിയിട്ടില്ല എന്നും ലോക്കൽ പോലീസ് ആദ്യം ഒന്ന് പരിശോധിച്ച ശേഷം മാത്രമാണ് നമ്മുടെ കയ്യിലേക്ക് ഈ കേസ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് തെളിവുകളൊന്നും തന്നെ നമുക്കിനി കണ്ടെത്താനില്ല. ഇവരിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ചിദംബരത്തിന്റെ മെമ്മറി പലയിടത്തേക്ക് പോവുകയാണ്. അയാൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവസാനം ഇവരെല്ലാം പറഞ്ഞു കഴിഞ്ഞ ശേഷം ഇയാൾ ഒന്നുകൂടി റെക്കോർഡ് ചെയ്തതെല്ലാം തന്നെ കേൾക്കുന്നു. ഇയാളെ വെച്ചിട്ട് എങ്ങനെയാ കേസ് സോൾവ് ചെയ്യുന്നതെന്ന് അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന പലരും പരസ്പരം സംസാരിക്കുന്നുണ്ട്. അതേസമയം പേപ്പറിൽ വന്ന ഈ കൊലപാതകത്തിന്റെ ന്യൂസ് കണ്ടിട്ട് ബീരയെ ആകെ ഡൗട്ട് അടിക്കുന്നു. ചിദംബരം സാർ ഫോളോ ചെയ്യാൻ പറഞ്ഞ ഒരാളാണല്ലോ ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. ചിദംബരത്തിനെ ഫോൺ ചെയ്ത് ഇതിനെപ്പറ്റി ബീരയെ ചോദിച്ചെങ്കിലും അയാൾ പറയുന്നുണ്ട്, നിങ്ങൾ അതൊന്നും ചിന്തിക്കേണ്ട, ബാക്കിയുള്ള 3 പേരെ ഫോളോ ചെയ്താൽ മതിയെന്ന്. നിങ്ങൾ ഈ മരിച്ചുപോയ ആളെ ഫോളോ ചെയ്യുന്ന സമയത്ത് അയാളെ മറ്റാരെങ്കിലും ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ആരെയും താൻ കണ്ടില്ല എന്നാണ് ബീരയെ പറയുന്നത്. അന്ന് രാത്രി തന്റെ ടീമിന്റെ കൂടെ ചിദംബരം ആ ബോർഡ് കിട്ടിയ സ്ഥലം പരിശോധിച്ചെങ്കിലും അവിടെ നിന്നും അവർക്ക് കാര്യമായിട്ടൊന്നും തന്നെ കിട്ടുന്നില്ല. ആ സമയത്ത് ഒരു പിച്ചക്കാരൻ ആ വേസ്റ്റ് ബിന്ന് വന്ന് തുറന്നു നോക്കുന്നുണ്ടായിരുന്നു. സ്ഥിരമായിട്ട് അയാൾ അതിൽ നിന്നും വേസ്റ്റ് എടുത്താണ് കഴിക്കാറ്. അത് കണ്ട് ചിദംബരം ആകട്ടെ, ഈ ബോഡി കിട്ടിയതിന്റെ അന്ന് രാത്രി നിങ്ങൾ ഇതിൽ നിന്നോ എന്തെങ്കിലും എടുത്ത് കഴിച്ചിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, അന്ന് രാത്രി എനിക്ക് ഇവിടെ നിന്നും ഒന്നും കഴിക്കേണ്ടി വന്നില്ല, കാരണം ഒരാള് എനിക്കൊരു ബിരിയാണി കൊണ്ടു തന്നു. അയാളുടെ മുഖം നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ മുഖം നല്ലപോലെ കണ്ടില്ല എന്നാണ് ആ പിച്ചക്കാരൻ പറയുന്നത്. ചിദംബരം തന്റെ ടീമിനോട് പറയുന്നുണ്ട്, 5 വർഷങ്ങൾക്ക് മുമ്പ് കൊല്ലപ്പെട്ട സ്മൈൽമാനെ പോലെ തന്നെ ഇപ്പോൾ ഒരു കില്ലർ വന്നിരിക്കുകയാണ്, ഒരു കോപ്പി കാറ്റ് കില്ലർ. അതേ പാറ്റേണിൽ തന്നെ കൊലപാതകങ്ങൾ നടത്താൻ ശ്രമിക്കുന്നു. അരവിന്ദ് ഉൾപ്പെടെ എല്ലാവരും ആ കൺഫ്യൂഷനിലായി. എന്നാൽ ചിദംബരം പറയുന്നുണ്ട്, ഇത് പഴയ ആൾ തന്നെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിനെ ഒരു പുതിയ കേസ് പോലെ കൈകാര്യം ചെയ്യില്ല, പഴയ ഫയൽ എടുത്ത് വെച്ച് പഠിക്കത്തേ ഉള്ളൂ. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ പഴയ ആള് തന്നെയാണെന്ന് ചോദിക്കുമ്പോൾ ചിദംബരം പറയുന്നുണ്ട്, ഇത് അതേ ആള് തന്നെയാണ്, പക്ഷെ ആ കില്ലർ കൊല്ലപ്പെട്ടില്ല എന്ന് അരവിന്ദ് ചോദിക്കുമ്പോൾ ചിദംബരം പറയുന്നുണ്ട്, കുറച്ചുനാൾ നിങ്ങൾ വെയിറ്റ് ചെയ്യും, നിങ്ങൾക്ക് തനിയെ മനസ്സിലാവും അത് അയാൾ തന്നെയാണെന്ന്. പിറ്റേന്ന് ചിദംബരത്തിനെ കാണാൻ വേണ്ടിയിട്ട് ബീരയ്യ അയാളുടെ വീട്ടിലേക്ക് വരുന്നു. പക്ഷെ ചിദംബരം അയാളെ വഴക്കു പറയുന്നുണ്ട്, തന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടില്ലേ ഒരിക്കലും എന്നെ ഇവിടെ വന്ന് കാണാൻ ശ്രമിക്കരുതെന്ന്. എന്നാൽ ബീരയ്യ പറയുന്നുണ്ട്, ഞാൻ ആ ബാക്കിയുള്ള 3 പേരെ ഫോളോ ചെയ്ത് കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്, അത് കാണിക്കാൻ വന്നതാണെന്ന്. ആ ഫോട്ടോസ് എല്ലാം നിങ്ങൾ ഡിലീറ്റ് ചെയ്തേരെ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി, ഇവിടെ വന്ന് എന്നെ ഒരിക്കലും കാണാൻ നിൽക്കരുതെന്ന് പറഞ്ഞിട്ട് അയാളെ പെട്ടെന്ന് അവിടെ നിന്ന് പറഞ്ഞുവിടാൻ ശ്രമിക്കുകയാണ് ചിദംബരം. അതുവഴി പോകുന്ന ആൾക്കാരൊക്കെ തങ്ങളെ നോക്കുന്നുണ്ടോ എന്നും താനും അയാളും തമ്മിൽ സംസാരിക്കുന്നത് ശ്രദ്ധിക്കുന്നുണ്ടോ എന്നെല്ലാം തന്നെ ചിദംബരം നോക്കുന്നുണ്ടായിരുന്നു. ഒരു വിധത്തിൽ പെട്ടെന്ന് തന്നെ ബീരയെ അവിടെ നിന്നും ചിദംബരം പറഞ്ഞുവിടുന്നു. പിന്നീട് ചിദംബരം ആ ബോഡിയുടെ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറെ പോയി കാണുന്നു. അയാൾ പറയുന്നുണ്ട്, കോസ് ഓഫ് ഡെത്ത് ശ്വാസം മുടിച്ചിട്ടുള്ള മരണമാണ്. മരണം സംഭവിച്ച ബ്ലഡ് എല്ലാം ക്ലോട്ട് ആയ ശേഷമാണ് ആ വായുടെ ഭാഗം എല്ലാം കീറിയിരിക്കുന്നത്. കൊലയാളി നല്ല എക്സ്പേർട്ട് ആണ്, ഓൾറെഡി തന്നെ ഇയാൾക്ക് ഇത് ചെയ്ത് നല്ല പരിചയമുണ്ട്. മർഡർ വെപ്പൺ എന്ന് പറയുന്നത് എന്തുമാകാൻ ചാൻസ് ഉണ്ട്, ഒരു കത്തിയോ സ്കാൽപ്പലോ മാത്രമല്ല ഞാൻ ഓട്ടോപ്സി ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇതുപോലത്തുള്ള മെഷീനുമാകാം. ഒരു തരത്തിലുള്ള തെളിവുകളും കൊലയാളി അവശേഷിപ്പിച്ചിട്ടില്ല. അയാൾ വളരെയധികം ക്ലവർ ആണെന്നുള്ള കാര്യം ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഡീറ്റെയിൽസ് എല്ലാം വാങ്ങി ചിദംബരം പോയി 5 മിനിറ്റിനു ശേഷം അയാൾ വീണ്ടും തിരിച്ചു വന്നിട്ട് ഇതേ കേസിനെ പറ്റി തന്നെ ആ ഡോക്ടറോട് സംസാരിക്കുന്നു. കാരണം കുറച്ചു മുമ്പ് നടന്ന കാര്യങ്ങളെല്ലാം ചിദംബരം മറന്നുപോയിരുന്നു. ആ ഡോക്ടർ പറയുന്നുണ്ട്, നിങ്ങളോട് തന്നെയല്ലേ കുറച്ചു മുമ്പ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത്, ഫയൽ ഞാൻ നിങ്ങൾക്ക് തന്നിരുന്നല്ലോ എന്ന്. അപ്പോഴാണ് ചിദംബരം അത് ശ്രദ്ധിക്കുന്നത്. തന്റെ അൾഷിമേഴ്സ് തന്നെ വല്ലാതെ ബാധിക്കുന്നു എന്നുള്ള കാര്യം അയാൾ മനസ്സിലാക്കാൻ തുടങ്ങി. ന്യൂസിലെല്ലാം തന്നെ 5 വർഷം മുമ്പ് സ്മൈൽമാൻ കൊന്ന ആ കേസുകളെ പറ്റിയുള്ള ചർച്ചയായിരുന്നു. ഏകദേശം 4 പേരെ അയാൾ അന്ന് ഇതുപോലെ കൊന്നിരുന്നു. അതിനുശേഷം 4 മാസത്തോളം ഒരു കൊലയും നടന്നില്ല. പിന്നീട് ഒരു ചെറിയ കുട്ടി ഉൾപ്പെടെ 2 പേരെ കൂടി അയാൾ കൊന്നു. മൊത്തം 7 കൊലകളാണ് അന്ന് സ്മൈൽമാൻ നടത്തിയത്. അതിനുശേഷം വെങ്കടേഷ് എന്ന ഓഫീസർ ആ കൊലയാളിയെ പിടിക്കുകയും അയാളെ കൊല്ലുകയും ചെയ്തു. യഥാർത്ഥത്തിൽ അന്ന് കൊല ചെയ്യപ്പെട്ടത് ആ സീരിയൽ കില്ലർ തന്നെയായിരുന്നോ അതോ ഡിപ്പാർട്ട്മെന്റ് മനഃപൂർവ്വം മറ്റാരെയെ കൊന്നിട്ട് അത് സീരിയൽ കില്ലറാണ് മരിച്ചതെന്ന് പറഞ്ഞ് തെറ്റായ വാർത്ത കൊടുത്തതാണോ? അങ്ങനെ ഡിപ്പാർട്ട്മെന്റിനെ ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു ന്യൂസ് ചാനലിലെല്ലാം തന്നെ ചർച്ച. അതിനിടെ ഇവരുടെ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരാൾ കയറി വന്നിട്ട് പറയുന്നുണ്ട്, ഞാനാണ് സ്മൈൽമാൻ എന്ന്. അരവിന്ദ് ഉൾപ്പെടെ എല്ലാവരും വിചാരിക്കുന്നുണ്ട് കൊലയാളി സ്വയം സറണ്ടർ ചെയ്യാൻ വന്നതാണെന്ന്. എന്നാൽ അയാളുടെ സംസാര രീതി കേട്ടപ്പോഴേ കുറച്ച് മെന്റൽ ആയിട്ടുള്ള ആളായിട്ടാണ് തോന്നുന്നത്. ചിദംബരം അയാളെ കണ്ട ഉടനെ പറയുന്നുണ്ട്, ഇതൊരിക്കലും കൊലയാളിയല്ല എന്ന്. സാർ അന്വേഷിക്കുക പോലും ചെയ്യാതെ എങ്ങനെ ഇത്ര ഉറപ്പിൽ പറയുന്നു എന്നതായിരുന്നു അരവിന്ദിന്റെ ഡൗട്ട്. കേസ് പെട്ടെന്ന് തീരണമെങ്കിൽ തന്നെ വിശ്വസിക്കണമെന്ന് ചിദംബരം പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ചിദംബരം പറഞ്ഞ പ്രകാരം ബീരയ്യ ഒരു ക്രിമിനലിനെ ഫോളോ ചെയ്ത് പോകുന്നതാണ്. പക്ഷെ ബീരയെ ഫോളോ ചെയ്ത് തുടക്കത്തിൽ കാണിച്ച ആ കൊലയാളിയുടെ വണ്ടിയും ഉണ്ടായിരുന്നു. ബീരയെ വീട്ടിലെത്തി കുറച്ചു കഴിയുമ്പോൾ അയാളുടെ ഡോറിന് ആരോ കൊട്ടുന്നു. താൻ ചിദംബരം ആണെന്ന് പറഞ്ഞിട്ടാണ് പുറത്തുനിന്ന ആൾ സംസാരിക്കുന്നത്. എന്നാൽ ബീരയ്ക്ക് ആകെ ഡൗട്ടായി. അയാൾ ചിദംബരത്തിനെ കോൾ ചെയ്ത് സാറിന്റെ വീടിന്റെ വാതിൽ വന്ന് മുട്ടിയെന്ന് ചോദിക്കുന്നു. എന്നാൽ താൻ തന്റെ വീട്ടിലാണെന്നാണ് ചിദംബരം പറയുന്നത്. അത് കൊലയാളിയാകാൻ ചാൻസ് ഉണ്ടെന്ന് ചിദംബരത്തിന് മനസ്സിലായി, ബീരയ്ക്കും മനസ്സിലായി. ഒരു കാരണവശാലും വാതിൽ തുറക്കരുതെന്ന് പറഞ്ഞെങ്കിലും അയാളുടെ വീടിന്റെ പിൻവാതിൽ തുറന്നിട്ട് ആ കൊലയാളി ഉള്ളിലേക്ക് കിടക്കുന്നു. ബീരയ്യ അപകടത്തിലാണെന്ന് മനസ്സിലാക്കിയ ചിദംബരം പെട്ടെന്ന് തന്നെ തന്റെ കാറും എടുത്ത് അവിടേക്ക് പോവുകയാണ്. അയാൾ കുറച്ചു നാളായിട്ട് കാറൊന്നും ഓട്ടിക്കാറില്ലായിരുന്നു. ഓട്ടോയിലാണ് കൂടുതലും സഞ്ചരിച്ചിരുന്നത്. തവണ കാറും എടുത്ത് അയാൾ പോയെങ്കിലും അയാൾക്ക് കറക്റ്റ് ആയിട്ടുള്ള വഴിയൊന്നും തന്നെ ഓർമ്മ വരുന്നില്ല. ബീരയെ ഫോണിൽ തന്നെ അയാൾ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ കൊലയാളി ഉള്ളിലേക്ക് കിടക്കുകയും ബീരയെ ആക്രമിക്കുകയും ചെയ്തു. ഒരു വിധത്തിൽ ബീരയുടെ വീടുള്ള ഏരിയയിലെത്തിയെങ്കിലും കറക്റ്റ് ആയിട്ട് ഏത്
ഏത് വീടാണ് വീരയുടേതെന്ന് ചിദംബരത്തിന് മനസ്സിലാകുന്നില്ല. പല വീടുകളിലും പോയി അയാൾ കൊട്ടി നോക്കുന്നു. അവസാനം കറക്റ്റായിട്ട് അയാൾ വീരയുടെ വീട്ടിലെത്തി. അവിടെയും കൊട്ടി നോക്കുന്നുണ്ട്. ആരും തന്നെ തുറക്കാത്ത കാരണം കഥകൊന്ന് തള്ളി തുറന്നു. ഉള്ളിലുണ്ടായിരുന്നത് ആ കൊലയാളിയായിരുന്നു. പക്ഷെ ചിദംബരത്തിന് അപ്പോഴും ഉറപ്പുണ്ടായിരുന്നില്ല അത് വീരയുടെ വീടാണെന്ന്. ഇവിടെ വീരയുണ്ടോന്ന് ചോദിക്കുമ്പോൾ ആ കൊലയാളി ഉള്ളിൽ നിന്ന് പറയുന്നുണ്ട് ആ പേരിൽ ആരും തന്നെ ഇല്ല എന്ന്. കൊലയാളിയുടെ മുഖം അപ്പോഴും അയാൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. തനിക്ക് വീണ്ടും വീട് മാറി എന്നുള്ള ടെൻഷനിൽ ചിദംബരം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അയാൾക്കൊരു കാര്യം ഓർമ്മ വരുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും താൻ റെക്കോർഡ് ചെയ്യാറുണ്ടല്ലോ. വീരയുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയും അതിന്റെ സവിശേഷതകളും എല്ലാം തന്നെ അയാൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കേട്ടു നോക്കിയതോടുകൂടി ഇത് തന്നെയാണ് വീരയുടെ വീടെന്ന് അയാൾക്ക് മനസ്സിലായി. അയാൾ വീണ്ടും തിരിച്ചു വരുന്നു. പക്ഷെ അപ്പോഴേക്കും അവിടെ നിന്നും ആ കൊലയാളി വീരയെയും കൊണ്ട് പോയിരുന്നു. പെട്ടെന്ന് തന്നെ ചിദംബരം തന്റെ ടീമിനോടും അംഗങ്ങളോടും എല്ലാം തന്നെ പറയുന്നുണ്ട് ഇന്ന് രാത്രി ഒരു കൊല കൂടി നടക്കും, എല്ലാ വണ്ടികളും ചെക്ക് ചെയ്യണം. ചിദംബരം ഇതെങ്ങനെ ഇത്ര കറക്റ്റായിട്ട് പറയുന്നെന്ന് അരവിന്ദിന് ആകെ ഡൗട്ടായിരുന്നു. എന്നാലും അയാൾ പറഞ്ഞ പ്രകാരം എല്ലായിടത്തും ഇവർ ചെക്കിംഗ് നടത്തുന്നു. ഒരു പാലത്തിന്റെ അടുത്ത് നിന്നൊരു പോലീസുകാരൻ ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് കാണുന്നത് ഓട്ടോയിൽ ഒരാളാകട്ടെ ഈ ബീരയുടെ ബോഡി കൊണ്ടുപോയി അവിടെ ഡംപ് ചെയ്യുന്നത്. അതേസമയം തന്നെ കില്ലറിനെ നോക്കി വെയിറ്റ് ചെയ്തിരുന്ന ചിദംബരത്തിന്റെ അടുത്തേക്ക് ആ കില്ലറിന്റെ വണ്ടിയും വരുന്നു. ചിദംബരം ആ വണ്ടിയിൽ നോക്കുമ്പോൾ അതിലൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അയാൾ ആ വണ്ടിക്കാരനോട് പോകാൻ പറയുന്നു. അതേസമയം വാക്കി ടോക്കിയിലൂടെ ആ പോലീസുകാർ പറയുന്നുണ്ട് ഒരു ബോഡി കിട്ടിയിട്ടുണ്ടെന്നും ആ കൊലയാളിയെ ഞങ്ങൾ പിടിച്ചുവെന്നും. പക്ഷെ ആ ഓട്ടോക്കാരനാകട്ടെ പറയുന്നുണ്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല സാർ, ഞാൻ ഒരാളെ ഇപ്പൊ അവിടെ വഴിയിൽ ഇറക്കി വിട്ടിട്ട് വന്നേ ഉള്ളൂ, ഈ ബോഡി എന്റെ വണ്ടിയിൽ എങ്ങനെ വന്നതെന്ന് എനിക്ക് അറിയില്ലാന്ന്. ഇതെല്ലാം തന്നെ ചിദംബരം വാക്കി ടോക്കിയിലൂടെ കേൾക്കുന്നുണ്ടായിരുന്നു. താൻ പറഞ്ഞു വിട്ട ആ വണ്ടിയാകട്ടെ പതിയെ പതിയെ പോകുന്ന കണ്ടിട്ട് ചിദംബരം അയാളെ ഒന്നുകൂടി വിളിക്കുന്നു. അയാൾ ഒന്ന് ചെറുതായിട്ട് നിർത്തിയ ശേഷം വീണ്ടും സ്പീഡിൽ പോകാൻ തുടങ്ങി. ചിദംബരം ആ വണ്ടിയുടെ പിറകെ പോകും തോറും അയാൾ ഇടയ്ക്ക് സ്ലോ ആക്കും, ഇടയ്ക്ക് സ്പീഡിൽ പോകും. ഇതോടുകൂടി ചിദംബരത്തിന് മനസ്സിലായി ഇത് തന്നെയാണ് ആ കൊലയാളി എന്ന്. ഒരു സ്മൈലിയുടെ ബോളും അയാൾ ആ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് എറിയുന്നുണ്ടായിരുന്നു. പക്ഷെ ചിദംബരത്തിന് പിടിക്കാൻ പറ്റുന്നതിന് മുമ്പ് തന്നെ അയാൾ വണ്ടി എടുത്തിട്ട് പോയി. ആ ഓട്ടോക്കാരനെ കൂടുതൽ ചോദ്യം ചെയ്യുമ്പോൾ അയാൾ പറയുന്നുണ്ട് താൻ കൊലയാളി അല്ല എന്നും ആ ബോഡി എന്റെ ഓട്ടോയിൽ എങ്ങനെ വന്നതെന്ന് എനിക്ക് അറിയില്ല എന്നും. 2 കിലോമീറ്റർ മുന്നേ ഞാനൊരു പാസഞ്ചറിനെ പോലും ഇറക്കി വിട്ടതാണ്, വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാൻ. അങ്ങനെ ആ ഓട്ടോക്കാരൻ പറയുന്നത് സത്യമാണെന്ന് അറിയാൻ അയാളെ സഞ്ചരിച്ച വഴിയിലെ CCTV എല്ലാം തന്നെ ഇവർ ചെക്ക് ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട് അയാൾ ഒരു പാസഞ്ചറിനെയും കൊണ്ട് പെട്രോൾ പമ്പിൽ പോയിരുന്നു. അതിനുശേഷം ഒരിടത്ത് പാസഞ്ചറിനെ ഇറക്കിയിട്ട് ട്രാഫിക്കിൽ വന്ന് നിന്നിരുന്നുവെന്ന്. അയാളുടെ അടുത്തായിട്ട് ഒരു വണ്ടി കൂടി വന്ന് നിർത്തിയിരുന്നു. ആ വണ്ടിയിൽ നിന്നും വലിയ രീതിയിൽ പുക വരാൻ തുടങ്ങി. ഇത് കാരണം ആ ഓട്ടോക്കാരൻ ചുമച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങുകയും വോമിറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു ഗ്യാപ്പിലാണ് ആ വണ്ടിയിൽ നിന്ന് മൃതദേഹം ഓട്ടോയിലേക്ക് കയറ്റിയതെന്ന് ഇവർക്ക് മനസ്സിലായി. ഇതേ വണ്ടി തന്നെയായിരുന്നു ചിദംബരം കണ്ടതും. മാത്രമല്ല വണ്ടി വിട്ടു പോകാൻ നേരത്ത് ക്യാമറയിലേക്ക് നോക്കി ആ കില്ലറാകട്ടെ പോലീസിനെ വെല്ലുവിളിക്കുന്ന രീതിയിൽ മിഡിൽ ഫിംഗറും കാണിക്കുന്നുണ്ട്. എന്തെങ്കിലും സംശയാസ്പദമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ എന്ന് ഓട്ടോ ഡ്രൈവറോട് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് ആ വണ്ടിയിൽ നിന്നും പഴയ ഏതോ പ്രേത സിനിമയിലെ പാട്ട് കേട്ടിരുന്നുവെന്ന്. കറക്റ്റ് ആ സമയത്ത് തന്നെ നമ്മളെ കില്ലറെ കാണിക്കുന്നുണ്ട്. പുറംതിരിഞ്ഞിരിക്കുന്ന ആ കില്ലറിന്റെ അടുത്തായിട്ട് ഒരു ടേപ്പ് റെക്കോർഡറിൽ ആ പാട്ട് കേൾക്കുന്നുണ്ട്. മാത്രമല്ല ഒരു ബോഡിയും അടുത്തുണ്ടായിരുന്നു. ഇവിടെ അരവിന്ദ് ചിദംബരത്തിനോട് ചോദിക്കുന്നുണ്ട് രണ്ടാമത്തെ കൊല ഉടനെ നടക്കാൻ പോകുന്നെന്ന് സാറിന് എങ്ങനെ മനസ്സിലായി എന്ന്. ചിദംബരം അരവിന്ദിനോട് പറയുന്നുണ്ട് ഞാൻ ഇനിയും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കുറെ സത്യങ്ങൾ ഞാൻ നിന്നോട് തുറന്നു പറയേണ്ടി വരും. അയാൾ അവിടെ നിന്നും പെട്ടെന്ന് പോകുന്നു. വീണ്ടും നമ്മുടെ കൊലയാളിയെ കാണിക്കുന്നു. അയാളുടെ യൂണിഫോമും ആ ഏരിയ എല്ലാം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും അതൊരു മോർച്ചറിയാണെന്ന്. അവിടെ ഉണ്ടായിരുന്ന ഒരു ഡെഡ് ബോഡിയുടെ മുഖത്തു കൂടി അയാൾ ഇതുപോലെ ഒരു ചിരി വരുത്തുന്നുണ്ട്. മരിച്ചുപോയ വീരയ്യയുടെ വീടെല്ലാം തന്നെ അരവിന്ദ് സംഘവും സെർച്ച് ചെയ്യുന്നുണ്ട്. അയാളുടെ മകളോട് ചോദിക്കുന്നതിൽ നിന്നും അയാൾ കുറച്ച് കാശ് അവൾക്ക് അയച്ചു കൊടുത്ത കാര്യം പറയുന്നു. അയാളുടെ കയ്യിൽ വേറെ കാശൊന്നും തന്നെ ഇല്ലായിരുന്നു. പിന്നെ എങ്ങനെ ആ കാശ് വന്നു എന്ന് ആ പെൺകുട്ടിക്കും ഡൗട്ടായിരുന്നു. ആ വീട്ടില് പുതുതായിട്ട് എന്തെങ്കിലും കാണുന്നുണ്ടോ എന്ന് ആ പെൺകുട്ടിയോട് ചോദിക്കുമ്പോൾ അവൾ അവിടെ ഇരുന്ന പുതിയ ഫയലും കുറച്ച് ക്യാഷും കണ്ടെത്തുന്നു. മാത്രമല്ല റിട്ടയർഡ് ആകുന്നതിന് മുൻപ് അയാൾ ഉപയോഗിച്ചിരുന്ന ഷൂ ഇപ്പോൾ അയാൾ വീണ്ടും എടുത്തിട്ടിരിക്കുന്നു. അതിനർത്ഥം അയാൾ എന്തോ ജോലിക്ക് ഇറങ്ങി പുറപ്പെട്ടിരുന്നു എന്നതാണ്. വീട്ടിലുണ്ടായിരുന്ന അയാളുടെ ഫോണിലെ കാൾ ലിസ്റ്റ് കൂടി ചെക്ക് ചെയ്യുന്നതോടുകൂടി അരവിന്ദിന് മനസ്സിലായി ചിദംബരത്തിനെയാണ് അയാൾ അവസാനമായി വിളിച്ചിരിക്കുന്നതെന്ന്. അരവിന്ദ് ചിദംബരത്തിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വരുന്നു. നിങ്ങൾ കൊലകൾ ചെയ്തിട്ടില്ലാന്ന് എനിക്കറിയാം, പക്ഷെ കൊലയാളിയെ പറ്റിയും അയാൾ ചെയ്യാൻ പോകുന്ന കൊലയെ പറ്റിയും എല്ലാം തന്നെ നിങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം. ആ കൊലയാളിയുമായിട്ട് എന്തോ ഒരു ബന്ധം നിങ്ങൾക്കുണ്ട്. നിങ്ങൾ പറഞ്ഞ പോലെ ആ പഴയ കൊലയാളി ഇപ്പോഴും ജീവനോടെ ഉണ്ടെങ്കിൽ എന്റെ അച്ഛൻ ആരെയാണ് കൊന്നതെന്നും അരവിന്ദ് ചോദിക്കുന്നു. ഇനി ചിദംബരം ആ ഒരു പഴയ സ്റ്റോറി പറയുകയാണ്. ഡിപ്പാർട്ട്മെന്റിലെ തന്നെ 100% കേസുകളും സോൾവ് ചെയ്ത ഒരു ഓഫീസർ ആയിരുന്നു വെങ്കടേഷ്. അയാൾ റിട്ടയർഡ് ആകുന്നതിന് മുൻപാണ് ഈ സ്മൈൽമാന്റെ സീരിയൽ കില്ലിംഗ് ആരംഭിച്ചത്. സീനിയർ നിർബന്ധപൂർവ്വം ആ കേസ് വെങ്കടേഷിനെ കൊണ്ട് തന്നെ അന്വേഷിപ്പിക്കാൻ തീരുമാനിക്കുന്നു. എന്നാൽ വെങ്കടേഷ് പലതവണ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിരുന്നു. അതിലൊരു തുമ്പും കിട്ടില്ല എന്നും താൻ റിട്ടയർമെന്റിന് മുമ്പ് ഈ കേസ് സോൾവ് ചെയ്യില്ല എന്നും അയാൾക്ക് ഉറപ്പായിരുന്നു. പക്ഷേ സീനിയേഴ്സിന്റെ നിർബന്ധം കാരണം അയാൾ അത് ഏറ്റെടുക്കേണ്ടതായി വരികയാണ്. എങ്ങുനിന്നും ഒരു തുമ്പും കിട്ടാത്ത അവസ്ഥ. ഇതിനിടയ്ക്കാണ് ചിദംബരത്തിന് പരിചയമുള്ള ഒരു കുട്ടിയെ ആ സ്മൈൽമാൻ കൊല്ലുന്നതും ആ കേസ് അയാളെ പേഴ്സണലായിട്ട് ബാധിക്കുകയും അതിൽ നിന്ന് ചിദംബരം വിട്ടുനിൽക്കുകയും ചെയ്തത്. അതോടുകൂടി കേസിന്റെ അന്വേഷണം വെങ്കടേഷ് ഒറ്റയ്ക്കായിരുന്നു. പിന്നീട് കുറച്ചുനാൾ കഴിഞ്ഞ് ചിദംബരം ടിവിയിൽ കാണുന്നത് വെങ്കടേഷ് ആ കൊലയാളി പിടിച്ചു എന്നും ഷൂട്ട് ചെയ്ത് കൊന്നു എന്നുമാണ്. ആ സംഭവം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ വെങ്കടേഷ് കൊന്ന കൊലയാളി എന്ന് പറയുന്ന ആളുടെ വൈഫ് ചിദംബരത്തിനെ കാണാൻ വന്നിരുന്നു. തന്റെ ഭർത്താവ് സീരിയൽ കില്ലർ അല്ല എന്നും വെങ്കടേഷ് ഒരിക്കൽ വീട്ടിൽ വന്നിട്ട് തന്റെ ഭർത്താവിനോട് ഈ ഒരു കുറ്റം ഏറ്റെടുക്കാൻ
പറ്റുമെന്ന് ചോദിച്ചതുമാണ്. അതിനുവേണ്ടിയിട്ട് 10-15 ലക്ഷം രൂപ അയാൾ തരികയും ചെയ്തു. പക്ഷെ എന്റെ ഭർത്താവിനെ അയാൾ കൊന്നുകളയുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഇത് കേട്ടതോടുകൂടി ചിദംബരത്തിന് മനസ്സിലായിരുന്നു വെങ്കടേഷ് മനഃപൂർവ്വം ആ കേസ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിപ്പാർട്ട്മെന്റിനെ കാണിക്കാൻ വേണ്ടി ഒരു നിരപരാധിയെ കൊന്നതാണെന്ന്. അതിനെപ്പറ്റി വെങ്കടേഷിനോട് ചിദംബരം ചോദിക്കുകയും ചെയ്തു. എന്നാൽ തന്റെ കരിയർ അവസാനിക്കുന്നതിന് മുമ്പ് ഒരു സോൾവ് ചെയ്യാത്ത കേസ് പോലും കിടക്കാൻ പാടില്ല എന്നുള്ള നിർബന്ധം കാരണമാണ് അയാൾ അതങ്ങനെ ചെയ്തതെന്നാണ് പറയുന്നത്. പക്ഷെ എന്റെ പരിചയത്തിലുള്ള ആ കൊച്ചുകുട്ടിയെ പോലും ക്രൂരമായി കൊന്ന ആ കൊലയാളി ഇപ്പോഴും പുറത്ത് സ്വതന്ത്രമായി നടക്കുകയാണ്. അയാളെ എങ്ങനെയെങ്കിലും പിടിക്കണമെന്ന് ചിദംബരം പറയുന്നു. പക്ഷെ വെങ്കടേഷിന് അതിനൊന്നും തന്നെ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. ആ കൊലയാളെ നമുക്ക് എങ്ങനെയെങ്കിലും പിടിക്കാം, തൽക്കാലം എന്റെ റിട്ടയർമെന്റ് ചടങ്ങ് നടക്കട്ടെ എന്നായിരുന്നു അയാളുടെ വാദം. ആ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ ചിദംബരം പോയെങ്കിലും അയാളുടെ മനസ്സ് ആകെ അസ്വസ്ഥമായിരുന്നു. ഈ സത്യങ്ങളെല്ലാം ആരോടെങ്കിലും തുറന്നു പറയണമെന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു. കുറച്ചു കഴിയുമ്പോൾ വെങ്കടേഷ് വന്ന് ചിദംബരത്തിനോട് പറയുന്നുണ്ട്, എനിക്കിപ്പോ ഒരു കോള് വന്നു, അത് യഥാർത്ഥ സീരിയൽ കില്ലർ ആണെന്ന്. തന്നെ നേരിട്ട് കാണണമെന്ന് പറഞ്ഞ് ഒരിടത്തേക്ക് വിളിച്ചിരിക്കുകയാണ്. ഞാനും വരാമെന്ന് പറഞ്ഞിട്ട് ചിദംബരവും അയാളുടെ കൂടെ പോയി. അതൊരു ഫോറസ്റ്റ് ഏരിയ ആയിരുന്നു. എന്നാൽ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാകട്ടെ വെങ്കടേഷ് ചിദംബരത്തിനെ ഷൂട്ട് ചെയ്യാൻ ആരംഭിച്ചു. അതൊരു ചതിയായിരുന്നു. അയാളെ ഒരു സീരിയൽ കില്ലറും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. പകരം ചിദംബരം എല്ലാ സത്യങ്ങളും മറ്റുള്ളവരോട് തുറന്നു പറയാതിരിക്കാൻ വേണ്ടിയിട്ട് വെങ്കടേഷ് അവിടെ വെച്ച് ചിദംബരത്തിനെ കൊല്ലാനാണ് അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത്. എന്നാൽ സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ചിദംബരത്തിന് വെങ്കടേഷിനെ ഷൂട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നു. ആ വെടിയേറ്റ് അയാൾ കുറച്ചു ദൂരം താഴെ കൊരുണ്ടുപോയി. ആ ഷോക്കിൽ നിന്നും കുറച്ച് റിക്കവർ ആയ ശേഷം ബോഡി നോക്കി അങ്ങോട്ടേക്ക് പോയ ചിദംബരം കാണുന്നത് വെങ്കടേഷിന്റെ മുഖത്ത് ഒരു സ്മൈലി വരച്ചു വെച്ചിരിക്കുന്നതാണ്. അതോടുകൂടി അയാൾക്ക് മനസ്സിലായി യഥാർത്ഥ സീരിയൽ കില്ലർ ഇവിടെ വന്നുവെന്ന്. അതുവഴി ഒരു വണ്ടി പോകുന്നതും ചിദംബരം കണ്ടിരുന്നു. അത് ആ സീരിയൽ കില്ലർ ആണെന്ന് ഉറപ്പിച്ച ചിദംബരം ആകട്ടെ അതിനെ ഫോളോ ചെയ്തു പോകാൻ വേണ്ടിയിട്ട് തന്റെ കാറും എടുത്തു പോയി. എന്നാൽ അതിനിടെ അയാളുടെ കാർ ആക്സിഡന്റ് ആവുകയും അയാൾ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തതാണ്. തന്റെ അച്ഛനെ കൊന്നതിൽ ചിദംബരത്തിനോട് അരവിന്ദന് ദേഷ്യമുണ്ടായിരുന്നു. പക്ഷെ അതിനപ്പുറം തന്റെ അച്ഛൻ വലിയ തെറ്റ് ചെയ്തു എന്നും ഡിപ്പാർട്ട്മെന്റിനെയും ജനങ്ങളെയും പറ്റിച്ചു എന്നുള്ള കാര്യവും അരവിന്ദന് അറിയാമായിരുന്നു. വെങ്കടേഷ് ചിദംബരത്തിന്റെ കൈകൊണ്ട് മരിച്ചെങ്കിലും ആ ആക്സിഡന്റിന് ശേഷവും മറ്റും അവിടെ നിന്നും ബോഡി കണ്ടെടുക്കാൻ ശ്രമിച്ചെങ്കിലും വെങ്കടേഷിന്റെ ബോഡി എവിടെ നിന്നും കണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് അങ്ങോട്ട് കുറച്ചു ദിവസത്തേക്ക് ചിദംബരത്തിനെ തൽക്കാലം ഒഴിവാക്കി അരവിന്ദൻ ടീം അന്വേഷണം നടത്തുന്നു. നേരത്തെ കൊല്ലപ്പെട്ട ആൾക്കാരുടെയും മറ്റും ഫാമിലീസിനെ വിസിറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ കണ്ണുകളും കൂട്ടി നോക്കിയ ശേഷം അരവിന്ദ് കീർത്തനയോട് പറയുന്നു, ഈ സ്മൈൽ മാൻ ആദ്യം കൊന്ന 4 പേര് പലയിടങ്ങളിലുള്ളവരായിരുന്നു. എന്നാൽ പിന്നീട് ഒരു 4 മാസം അയാൾ ഗ്യാപ്പ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അതിനുശേഷം ഒരു 3 കൊലപാതകം നടത്തി, ഒരു കൊച്ചുകുട്ടി ഉൾപ്പെടെ. ആ 3 കൊലപാതകവും നടന്ന ഏരിയയിൽ തന്നെയായിരുന്നു ചിദംബരം സാറും അന്ന് താമസിച്ചിരുന്നത്. 5 വർഷത്തിനപ്പുറം ഇപ്പൊ നടക്കുന്ന ഈ കൊലകളും ചിദംബരം സാർ താമസിക്കുന്ന സ്ഥലത്തിനടുത്തടുത്താണ്. മാത്രമല്ല കൊല ചെയ്യപ്പെട്ട ആൾക്കാർക്കെല്ലാം തന്നെ പേഴ്സണലി ചിദംബരത്തിനെ അറിയാവുന്നതുമാണ്. അതിനർത്ഥം ചിദംബരവുമായിട്ട് കണക്ട് ആയിരിക്കുന്ന ആൾക്കാരെയാണ് ഈ സ്മൈൽ മാൻ ഇപ്പോൾ കൊന്നുകൊണ്ടിരിക്കുന്നതെന്നാണ്. മാത്രമല്ല ഈ സ്മൈൽ മാൻ കൊന്നിരിക്കുന്നതിൽ ഒരു വ്യത്യസ്തത വന്നിരിക്കുന്നത് ആ കൊച്ചുകുട്ടിയിൽ മാത്രമാണ്. എന്തുകൊണ്ട് ആ കുട്ടിയെ കൊന്നു എന്നതിന് ഒരു ഉത്തരം കണ്ടെത്തണം. ആ കുട്ടിയുടെ അമ്മ ഒരു നേഴ്സായിരുന്നു. ആ പെൺകുട്ടിയാണ് ചിദംബരം സാർ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിരുന്നത്. ഈ കൊച്ചുകുട്ടി മരിച്ചതിന് ശേഷമാണ് ചിദംബരം സാറ് അന്ന് ആ കേസിൽ നിന്നും പിന്മാറിയത് തന്നെ. അതിനുശേഷം ചിദംബരം എന്തിന് വീരയുമായിട്ട് ഇപ്പോൾ ഇത്ര അടുപ്പം കാണിച്ചു എന്ന് കണ്ടെത്തണം. മാത്രമല്ല അന്നത്തെ അതേ കൊലയാളി തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അരവിന്ദ് അത് തന്റെ സീനിയറിനോടും പറയുന്നു. ഈ കേസുമായിട്ട് ചിദംബരത്തിന് എന്തോ ഒരു ബന്ധമുണ്ടെന്നും തൽക്കാലം അയാളെ സംശയത്തിന്റെ നിഴലിൽ നിർത്തി ഹൗസ് അറസ്റ്റിൽ വെക്കണമെന്നുമാണ് അരവിന്ദ് പറയുന്നത്. ഒടുവിൽ സീനിയർ എല്ലാ കാര്യങ്ങളും കേട്ട് കഴിഞ്ഞിട്ട് അതിന് അനുവാദം കൊടുക്കുന്നു. അങ്ങനെ ഹൗസ് അറസ്റ്റിലായ ചിദംബരത്തിന് പിന്നീട് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. തനിക്ക് ഹോസ്പിറ്റലിൽ പോകണമെന്നും മറ്റും ചിദംബരം പറയുന്നുണ്ട്. അതിന് മാത്രം അവർ പെർമിഷൻ കൊടുക്കുന്നു. ചിദംബരം വീണ്ടും താൻ റെക്കോർഡ് ചെയ്യുന്ന ഡിവൈസ് എടുത്ത ശേഷം റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ആ സീരിയൽ കില്ലറിനെ കണ്ടെത്തണമെങ്കിൽ അയാൾ ഇനി ഒരു തവണ കൂടി ഒരു കൊല ചെയ്യണം. അവൻ കൊല ചെയ്യാൻ പോകുന്ന ആളിനെ അവൻ പോലും അറിയാതെ ഞാൻ അവന് കാണിച്ചു കൊടുക്കണം. ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോയ അയാളാകട്ടെ അവിടെ മീഡിയാസിനെ വിളിച്ചു വരുത്തുന്നു. എന്നിട്ട് അവരോട് പറയുന്നുണ്ട്, ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ ജോയിൻ ചെയ്തു എന്നും ഈ കൊലകളെ പറ്റി ഞാൻ അന്വേഷിക്കുന്നുണ്ടെന്നും 5 വർഷം മുമ്പ് നടന്ന കൊലയുമായിട്ട് ഇപ്പൊ നടക്കുന്ന കൊലകൾക്ക് ഒരു ബന്ധവുമില്ല. ഇതൊരു കോപ്പി കാറ്റ് കില്ലർ മാത്രമാണ്. ആ കൊലയാളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമായിരുന്നു അയാൾ അങ്ങനെ പറഞ്ഞത്. ഇയാൾ എന്തൊക്കെ കാണിക്കുന്നതെന്ന് അയാളുടെ ഡിപ്പാർട്ട്മെന്റിന് തന്നെ മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. കീർത്തന ഇതിനെപ്പറ്റി ചോദിക്കാൻ വേണ്ടിയിട്ട് ചിദംബരത്തിന്റെ വീട്ടിലേക്ക് വരുന്നു. ചിദംബരം കീർത്തനയോട് പറയുന്നുണ്ട്, ആ കൊലയാളെ പിടിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. എന്റെ കൂടെ ആരെല്ലാം സഹകരിക്കുന്നു ആ വ്യക്തികളെയാണ് ആ കൊലയാളി കൊല്ലുന്നത്. വീരയെ ഉപയോഗിച്ച് കുറച്ച് ക്രിമിനൽസിനെ ഞാൻ ബലിയാക്കിയാണ് അത് കണ്ടുപിടിച്ചത് തന്നെ. മനഃപൂർവ്വം ക്രിമിനൽ ലിസ്റ്റിലുള്ള 2-3 പേരെ സെലക്ട് ചെയ്തിട്ട് അവരുമായിട്ട് ഞാൻ സഹകരിച്ചു. കറക്റ്റായിട്ട് ആ കൊലയാളി അവരിൽ ഓരോരുത്തരെയായിട്ട് കൊല്ലാൻ ആരംഭിച്ചു. ഇത്തവണ ഞാൻ ആ കൊലയാളിയുടെ മുന്നിലേക്ക് എനിക്കറിയാവുന്ന മറ്റൊരാളെ കൂടി ഇട്ടുകൊടുക്കുകയാണ്. പക്ഷേ അവൻ ഒരിക്കലും കൊല ചെയ്യില്ല. അതാരെയാണെന്ന് ചോദിക്കുമ്പോൾ അരവിന്ദനെയാണെന്നാണ് ചിദംബരം പറയുന്നത്. അതേസമയം അരവിന്ദാകട്ടെ ആ മരിച്ചുപോയ കുട്ടിയുടെ അമ്മയായ ചിത്ര എന്ന് പറയുന്ന നേഴ്സിനെ അന്വേഷിച്ച് അവർ വർക്ക് ചെയ്തിരുന്ന ഹോസ്പിറ്റലിൽ എത്തുന്നു. അവിടെ അന്വേഷിക്കുമ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് അവരുടെ കുട്ടി മരിച്ചതിന്റെ അന്ന് ആ ചടങ്ങ് നടക്കുമ്പോൾ തന്നെ ചിത്ര ആത്മഹത്യ ചെയ്തിരുന്നുവെന്ന്. അവരെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ മോർച്ചറിയിൽ ജോലി ചെയ്യുന്ന പ്രഭു എന്ന് പറയുന്ന അയാളോട് പോയി ചോദിച്ചാൽ മതി. ചിത്ര എപ്പോഴും ആ പയ്യനോടാണ് സംസാരിക്കാറുള്ളത്. ഇവിടെ ചിദംബരം കീർത്തനയോട് പറയുന്നുണ്ട്, ആ കൊലയാളി താൻ ഒരു കോപ്പി കാറ്റ് കില്ലർ അല്ലെന്നും അതേ ആളാണെന്നും തെളിയിക്കാൻ വേണ്ടിയിട്ട് ഒരു കൊല കൂടെ നടത്താൻ ശ്രമിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ മീഡിയയോട് കുറെ കള്ളങ്ങൾ തന്നെ പറഞ്ഞത്. എന്തായാലും താൻ ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ആ കൊലയാളി ആ പഴയ കേസുമായിട്ട്
ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരെങ്കിലും ഒരാളെ കൊല്ലും. അത് മിക്കവാറും അരവിന്ദ് തന്നെയായിരിക്കും. കാരണം അരവിന്ദിന്റെ അച്ഛനാണല്ലോ ആ കേസ് തെറ്റായ രീതിയിൽ ക്ലോസ് ചെയ്തത്. അതുകൊണ്ട് ഉറപ്പായിട്ടും അവനെ തന്നെയായിരിക്കും ആ കൊലയാളി ടാർഗറ്റ് ചെയ്യുന്നത്. ഇവിടെ അരവിന്ദ് ആ മോർച്ചറിയിലേക്ക് ചെല്ലുന്നു. നേരത്തെ ആ കൊലയാളി ഇരുന്നിരുന്ന അതേ മോർച്ചറി തന്നെയായിരുന്നു അത്. ആ ടേപ്പ് റെക്കോർഡറും അവിടെ തന്നെയുണ്ട്. അരവിന്ദ് ഉള്ളിലേക്ക് ചെന്നിട്ട് അവിടെ കിടന്നിരുന്ന ഒരു ഡെഡ് ബോഡിയുടെ തുണി മാറ്റി നോക്കാൻ ശ്രമിക്കുമ്പോഴേക്കും പ്രഭു എന്ന അയാളാകട്ടെ പെട്ടെന്ന് അവിടേക്ക് വരുന്നു. എന്താ വേണ്ടെന്ന് ചോദിക്കുന്നു. ചിത്രയുമായിട്ട് നിങ്ങൾക്ക് എന്തായിരുന്നു ബന്ധമെന്ന് ചോദിക്കുമ്പോൾ ചിത്ര എനിക്ക് സഹോദരിയെ പോലെ ആയിരുന്നു എന്നാണ് അയാൾ പറയുന്നത്. ചിത്രയ്ക്ക് ആരുമായിട്ടെങ്കിലും ബന്ധം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ തനിക്കിതൊന്നും അറിയില്ല എന്നും പ്രഭു പറയുന്നു. സഹോദരിയെ പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് ചിത്രയുടെ മരണത്തെ പറ്റി സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു വിഷമമില്ലല്ലോ എന്ന് പ്രഭുവിനോട് അയാൾ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ ഇവിടെയാണ് ജോലി ചെയ്യുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ജോലി ചെയ്യുന്ന എന്നെ പോലൊരു വ്യക്തിക്ക് അങ്ങനെ ഇമോഷൻസ് ഒന്നും അധികം ഉണ്ടാകില്ല. കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ വേറെ ആരുടെങ്കിലും പോയി ചോദിക്ക്, എനിക്ക് ജോലിയുണ്ടെന്ന് പറഞ്ഞിട്ട് പ്രഭു തന്റെ ജോലിയിലേക്ക് കടക്കുന്നു. അരവിന്ദ് അവിടെ നിന്നും പോയി. ആ സമയത്ത് അരവിന്ദ് കുറച്ചു മുമ്പ് തുണി മാറ്റി നോക്കാൻ ശ്രമിച്ച അതേ ബോഡി തന്നെയാണ് കാണിക്കുന്നത്. ബോഡിയുടെ മുഖത്തും അതേ സ്മൈൽ അയാൾ വരുത്തിയിട്ടുണ്ടായിരുന്നു. ഇത്രയും നേരം നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരുന്ന കില്ലർ ഈ പ്രഭു തന്നെയാണ്. അരവിന്ദിനെ തേടി ആ കൊലയാളി വരുമ്പോൾ നമുക്ക് അയാളെ കൈയോടെ പിടിക്കാമെന്നാണ് ചിദംബരം ഇവിടെ കീർത്തനയോട് പറയുന്നത്. അരവിന്ദിന് ഉടനെ തന്നെ എൻഗേജ്മെന്റ് ഉണ്ട്. അതുകൊണ്ട് അയാളുടെ കൂടെ എപ്പോഴും ആൾക്കാരുണ്ടാകും. അയാൾ സേഫ് ആയിരിക്കുമെന്ന് ചിദംബരം കീർത്തനയ്ക്ക് ഉറപ്പ് കൊടുക്കുന്നു. അങ്ങനെ അന്ന് രാത്രി ആ ഫയൽസ് എല്ലാം തന്നെ ഒന്നുകൂടി നോക്കുമ്പോഴാണ് ചിദംബരത്തിനൊരു കാര്യം മനസ്സിലാക്കുന്നത്. പഴയ കില്ലർ തന്നെയാണ് താനെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ആ കില്ലർ അടുത്തതായിട്ട് കൊല്ലാൻ പോകുന്നത് അരവിന്ദിനെ ആകാൻ ചാൻസ് ഇല്ല. അന്ന് വെങ്കടേഷ് കില്ലർ എന്ന് പറഞ്ഞ് വെടിവെച്ച് കൊന്ന ആളുടെ ഭാര്യ ഇപ്പോഴും ഉണ്ടല്ലോ. ആ സ്ത്രീയെ വേണമെങ്കിലും ആ കില്ലർ കൊല്ലാൻ ചാൻസ് ഉണ്ട്. അത് മനസ്സിലാക്കിയതോടുകൂടി അയാൾ പെട്ടെന്ന് വണ്ടിയും എടുത്തിറങ്ങി. ചിദംബരത്തിന്റെ ആ ഡൗട്ട് കറക്റ്റ് ആയിരുന്നു. ഇവിടെ പ്രഭു ആകട്ടെ ആ സ്ത്രീയാണ് ഫോളോ ചെയ്തു പോകുന്നത്. ചിദംബരം ആ സ്ത്രീയുടെ അടുത്തേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ പ്രഭു തന്റെ വണ്ടി കൊണ്ട് അവര് തെറിച്ച് ചിദംബരത്തിന്റെ വണ്ടിയുടെ മുകളിലേക്ക് വീഴുകയും ചെയ്യുന്നു. എന്നാൽ പ്രഭു തന്റെ വണ്ടി കൊണ്ട് ചിദംബരത്തിന്റെ വണ്ടിയോട് ചേർത്ത് നിർത്തിയിരിക്കുന്ന കാരണം അയാൾക്ക് പുറത്തിറങ്ങാൻ സാധിക്കുന്നില്ല. അയാളുടെ കൺമുന്നിലൂടെ തന്നെ ആ സ്ത്രീയെ എടുത്തുകൊണ്ട് പ്രഭു പോയി. അങ്ങനെ എൻഗേജ്മെന്റ് കഴിഞ്ഞ് അരവിന്ദ് തന്റെ വീട്ടിലേക്ക് വരുമ്പോൾ കാണുന്നത് ആ സ്ത്രീയുടെ ജഡം അയാളുടെ വീട്ടിൽ കിടക്കുന്നതാണ്. താൻ മരിച്ചിട്ടില്ല എന്നുള്ള കാര്യവും അയാൾ അതിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതോടുകൂടി സംഭവം ന്യൂസിലെല്ലാം തന്നെ വലിയ ചർച്ചയായി. യഥാർത്ഥ സീരിയൽ കില്ലർ മരിച്ചിട്ടില്ല എന്നും സീരിയൽ കില്ലർ എന്ന് പറഞ്ഞിട്ട് പോലീസുകാർ വെടിവെച്ചു കൊന്ന ആളുടെ ഭാര്യയാണ് ഇപ്പോൾ യഥാർത്ഥ സീരിയൽ കില്ലർ കൊന്നിരിക്കുന്നത്. മീഡിയാസിന്റെ ചോദ്യങ്ങൾക്ക് പോലീസുകാർക്ക് ഉത്തരമില്ലാതെയായി. അതേസമയം ചിദംബരത്തിന്റെ വീട്ടിലേക്ക് ഡയറക്റ്റായി കയറി ചെല്ലുകയാണ് പ്രഭു അയാളെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ഒരു വിധത്തിൽ ചിദംബരം അയാളെ കീഴ്പ്പെടുത്തുകയും ചെയ്തു. കഴുത്തു ഞെരിച്ച് പ്രഭുവിനെ കൊല്ലാൻ ശ്രമിക്കുന്നതിനിടയിൽ പ്രഭു അയാളോട് പറയുന്നുണ്ട്, ഞാൻ എന്തിനാണ് ഇവരെല്ലാം കൊന്നതെന്ന് തനിക്ക് അറിയണ്ടേ എന്ന്. ഒരു നിമിഷം ചിദംബരം ഒന്ന് നിർത്തിയ ശേഷം അവനോട് അതിനെപ്പറ്റി ചോദിക്കുന്നു. പ്രഭു ഇനിയാണ് ആ ഫ്ലാഷ് ബാക്ക് സ്റ്റോറി പറയുന്നത്. പ്രഭുവിന്റേത് ഒരു വല്ലാത്ത ജീവിതമായിരുന്നു. ആദ്യമെല്ലാം അവനോട് എല്ലാവരും നല്ലപോലെ ചിരിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നതാണ്. പതിയെ പതിയെ ചിലരൊക്കെ അവനോട് അകലം കാണിക്കാൻ തുടങ്ങി. അതവനെ കൊണ്ട് സഹിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ തന്നെ കാണുമ്പോൾ ചിരിക്കാത്ത അവരെയെല്ലാം തന്നെ അവൻ ടാർഗറ്റ് ചെയ്യുകയും അവരുടെ മുഖത്തെല്ലാം ചിരി വരുത്തിയ ശേഷം കൊല്ലുകയും ചെയ്തു. ഞാൻ ഇഷ്ടപ്പെടുന്ന എല്ലാ ആൾക്കാരും എനിക്ക് ചുറ്റും എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കണം. അവര് ചിരിച്ചില്ലെങ്കിൽ ഞാൻ അവരുടെ മുഖത്ത് ഇതുപോലെ ചിരി വരുത്തും. അങ്ങനെ ആ ഒരു മാനസികാവസ്ഥയിൽ അവൻ ഏകദേശം 4 പേരെ കൊന്നു കഴിഞ്ഞ ആ ഒരു ടൈമിലാണ് അവന്റെ ലൈഫിലേക്ക് ചിത്ര കടന്നു വരുന്നത്. കാരണവുമില്ലാതെ അവൾ അവനെ നോക്കി നല്ലപോലെ പുഞ്ചിരിച്ചിരുന്നു. അത് അവന്റെ ലൈഫ് തന്നെ മാറ്റിമറിച്ചു. പിന്നീട് എവിടെ വെച്ച് കണ്ടാലും അവൾ അവനെ നോക്കി ചിരിക്കുമായിരുന്നു. മോർച്ചറിയിൽ ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെ അവന്റെ അടുത്തിരുന്ന ആരും തന്നെ ആഹാരം കഴിക്കാറില്ല. പക്ഷെ അവൾ അവന്റെ കൂട്ടിനായിട്ട് അവിടെ വന്നിരുന്ന ആഹാരം കഴിക്കാറുണ്ട്. ചിത്രയെ ഫോളോ ചെയ്ത് പോയപ്പോഴാണ് അവൾക്ക് ഹസ്ബൻഡ് ഇല്ല എന്നും ഒരു കുട്ടിയുണ്ടെന്നും അവന് മനസ്സിലായത്. പതിയെ പതിയെ ചിത്രയോട് അവന് പ്രണയമായി. അതവൻ തുറന്നു പറയുകയും ചെയ്തു. എന്നാൽ ചിത്ര പറയുന്നുണ്ട് തന്റെ മകൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഞാൻ വിവാഹം കഴിക്കാൻ തയ്യാറാണെന്ന്. ചിത്രയ്ക്ക് പ്രഭുവിനോട് ഇഷ്ടക്കേടൊന്നും തന്നെ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് പ്രഭു അവളുടെ മകളെ ഇംപ്രസ് ചെയ്യാനുള്ള ശ്രമത്തിലായി. എന്നാൽ ചിത്രയുടെ മകൾക്കാകട്ടെ പ്രഭുവിനേക്കാൾ തൊട്ടടുത്ത് താമസിക്കുന്ന ചിദംബരത്തിനോടായിരുന്നു കൂടുതൽ കാര്യം. പ്രഭു കൊണ്ടുവരുന്ന കളിപ്പാട്ടങ്ങളൊന്നും തന്നെ അവൾ അധികം ഉപയോഗിക്കാറില്ല. ചിദംബരത്തിനെ കണ്ടു കഴിഞ്ഞാൽ അയാളുടെ അടുത്തേക്ക് ഓടിപ്പോകും. ഒരു ദിവസം ചിത്രയാകട്ടെ പ്രഭുവിനെ വിളിച്ചിരുത്തിയ ശേഷം കുട്ടിയോട് ചോദിക്കുന്നുണ്ട്, ഈ അങ്കിൾ നമ്മുടെ കൂടെ ജീവിക്കുകയാണെങ്കിൽ ഓക്കെ അല്ലേ എന്ന്. എന്നാൽ ആ കുട്ടി പറയുന്നുണ്ട്, ഈ അങ്കിളിന്റെ ആവശ്യം ഇവിടെ ഇല്ല, നമുക്ക് ചിദംബരം അങ്കിൾ ഉണ്ടെന്ന്. ഇത് കേട്ടതോടെ പ്രഭുവിന് ആകെ ദേഷ്യമായി. ചിത്ര പ്രഭുവിനെ വിവാഹം കഴിക്കട്ടെ എന്ന് ചോദിച്ചത് ആ കുട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല. അവൾ നേരെ ചിദംബരത്തിനോട് പോയി പറയുന്നുണ്ട്, അങ്കിളിന് എന്റെ അമ്മയെ വിവാഹം കഴിച്ചൂടെ എന്ന്. എന്നെ ഒരുപാട് ഇഷ്ടമല്ലേ അങ്കിളിന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഹാപ്പി ആയിട്ട് ജീവിക്കാം. അവളുടെ നിർബന്ധം അങ്ങനെ കൂടി വന്നപ്പോൾ ചിദംബരം പറയുന്നുണ്ട്, മോളുടെ അമ്മയ്ക്ക് സമ്മതമാണെങ്കിൽ ഞാൻ തയ്യാറാണെന്ന്. ഇതെല്ലാം തന്നെ പ്രഭു ഒളിഞ്ഞിരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. പ്രഭുവിന്റെ മനസ്സിൽ വല്ലാത്ത ദേഷ്യം വരാൻ തുടങ്ങി. ചിത്ര പറയുന്നുണ്ട്, പതിയെ പതിയെ അവൾ നിന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങുമെന്ന്. നീ നല്ലപോലെ ശ്രമിച്ചാൽ മതി. അങ്ങനെ ഒരു ദിവസം ചിത്രയില്ലാത്ത സമയത്ത് വീട്ടിലേക്ക് പ്രഭു എത്തുകയും ആ കുട്ടിയോട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ആ കുട്ടി അവനോട് പറയുന്നുണ്ട്, എന്റെ അമ്മ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിദംബരം അങ്കിളിനെ കല്യാണം കഴിക്കും. അതിന് സമ്മതിക്കുകയും ചെയ്യും അമ്മ. എനിക്ക് അങ്കിളിനെ ഇഷ്ടമല്ല എന്ന്. ഇത് കേൾക്കുന്തോറും പ്രഭുവിന് ദേഷ്യം വരാൻ തുടങ്ങിയിരുന്നു. അവൻ ആ കുട്ടിയെ ഓരോന്ന് പറഞ്ഞ് നിർബന്ധിക്കാൻ തുടങ്ങി. പതിയെ പതിയെ ആ കുട്ടിക്ക് അവനോട് പേടി തോന്നാൻ തുടങ്ങി. അവിടെ നിന്ന് അവൾ പേടിച്ചിറങ്ങി ഓടുന്നു. അവൻ പിറകെ ഓടി ഒരു വിധത്തിൽ അവളെ പിടിച്ചു. പക്ഷെ ആ സമയത്ത് അതുവഴി കടന്നു വന്ന ചിദംബരത്തിന്റെ ബൈക്ക് കണ്ടതും ആ കുട്ടി ചിദംബരം അങ്കിൾ എന്ന് ഉറക്കെ വിളിച്ചു. അവളുടെ സൗണ്ട് അയാൾ കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവളുടെ വായും മൂക്കും പൊത്തിപ്പിടിച്ചതായിരുന്നു പ്രഭു. എന്നാൽ അബദ്ധവശാൽ അങ്ങനെ കുറെ നേരം ഇരുന്നത് കാരണം ആ കുട്ടി ശ്വാസം മുട്ടി മരിച്ചുപോയി. പ്രഭുവിന്റെ കയ്യിൽ നിന്ന് പറ്റിയ
പറ്റിയൊരു അബദ്ധമായിരുന്നു ആ കുട്ടിയുടെ മരണം. കുട്ടിയുടെ മരണത്തോടു കൂടി ചിത്ര ആകെ തകർന്നു. ആ ചടങ്ങ് നടക്കുന്നതിനിടയ്ക്ക് ചിത്ര ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. അതോടുകൂടി പ്രഭു ആകെ തകർന്നു പോയി. താൻ സ്നേഹിച്ച ചിത്രയെ തനിക്ക് നഷ്ടപ്പെടാൻ കാരണം ചിദംബരമാണെന്നും അതുകൊണ്ട് അയാളെ സ്നേഹിക്കുന്ന ആരും തന്നെ അയാളുടെ കൂടെ ഉണ്ടാകാൻ പാടില്ല എന്നും ഒരു വാശി പ്രഭുവിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ചിദംബരവുമായി സഹകരിച്ചുകൊണ്ടിരുന്ന ഓരോരുത്തരെയായിട്ട് പ്രഭു കൊന്നുകൊണ്ടിരുന്നത്. സത്യം അറിഞ്ഞതോടുകൂടി ചിദംബരം വീണ്ടും അയാളുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ഇതിനിടയ്ക്ക് ഇവിടെ അരവിന്ദും കീർത്തനയും കുറെ ഇരുന്ന് ചിന്തിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി മിക്കവാറും ആ കില്ലർ അടുത്തതായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത് ചിദംബരത്തിനെ ആകുമെന്ന്. എന്നാൽ അവരവിടെ എത്തുമ്പോഴേക്കും ആ കില്ലർ അവിടെ നിന്നും രക്ഷപ്പെട്ടു പോയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ചിദംബരത്തിന് മെമ്മറി ലോസ് വരുന്ന കാരണം നടന്ന കാര്യങ്ങളൊന്നും അയാൾക്ക് കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല. അയാൾ റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്ന കാര്യങ്ങൾ കേട്ടിട്ടാണ് പലതും മനസ്സിലാക്കുന്നത്. പ്രഭുവിനെ പിടിക്കാൻ വേണ്ടി അയാൾ ഇറങ്ങിത്തിരിക്കുന്നതിന് മുമ്പ് അയാൾ ഒരു തവണ കൂടി റെക്കോർഡ് ചെയ്യുന്നുണ്ട് പ്രഭു ആരാണെന്നും താൻ എന്തിനാണ് അയാളെ കൊല്ലാൻ പോകുന്നതെന്നും. അങ്ങനെ പ്രഭുവിനെ തേടി ചിദംബരം ആ മോർച്ചറിയിലെത്തി. അവിടെ വെച്ച് പ്രഭുവുമായിട്ട് വലിയ അടി നടക്കുകയാണ്. ഒരുപാട് തവണ ചിദംബരത്തിന്റെ തലയ്ക്ക് അടിപറ്റുന്ന കാരണം അയാൾ വീണ്ടും കാര്യങ്ങൾ മറന്നുപോകാൻ തുടങ്ങി. ആ റെക്കോർഡിംഗ് ഡിവൈസ് ഉപയോഗിച്ചിട്ടാണ് പ്രഭുവിനെ താൻ എന്തിനാണ് കൊല്ലാൻ വന്നതെന്നുള്ള കാര്യം അയാൾ ഓർത്തെടുത്തുകൊണ്ടിരുന്നത്. അത് മനസ്സിലാക്കിയ പ്രഭു ആ ഡിവൈസ് തല്ലിപ്പൊട്ടിയ ശേഷം വീണ്ടും ചിദംബരത്തിനെ അടിക്കാൻ തുടങ്ങി. അയാളുടെ മെമ്മറി വീണ്ടും നഷ്ടപ്പെട്ടു. അങ്ങനെ ഫൈറ്റ് നടക്കുന്നതിനിടയിൽ ഒടുവിൽ അയാളാകട്ടെ അവിടെ ഉണ്ടായിരുന്ന ഒരു ജഡത്തെ കാണുന്നുണ്ട്. അതിന്റെ മുഖത്ത് ഈ പ്രഭു വരുത്തി വെച്ചിരിക്കുന്ന ചിരി കണ്ടപ്പോഴാണ് അയാൾക്ക് കഴിഞ്ഞ കാര്യങ്ങൾ വീണ്ടും ഓർമ്മ വരുന്നത്. ചിത്രയുടെ കുഞ്ഞിനെ ഉൾപ്പെടെ ഇവൻ നടത്തിയ കൊലകളെല്ലാം അയാളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നു. ആ നിമിഷം തന്നെ അയാൾ പ്രഭുവിനെ കൊല്ലുകയും ചെയ്തു. അതിനുശേഷം പോലീസുകാരെല്ലാം ചേർന്ന് മീഡിയയോട് പറയുന്നുണ്ട് വെങ്കടേഷ് യഥാർത്ഥത്തിൽ കൊന്നത് സീരിയൽ കില്ലറെ അല്ലായിരുന്നുവെന്നും ഈ കേസ് ഇപ്പോൾ യഥാർത്ഥത്തിൽ സോൾവ് ചെയ്തത് ചിദംബരമാണെന്നും. അതിനുശേഷം ചിദംബരത്തിനെ കാണിക്കുന്നത് റീഹാബിലിറ്റേഷൻ സെന്ററിലായിരുന്നു. അവിടെ അയാളെ പോലെ ഒരുപാട് രോഗികൾ ഉണ്ടായിരുന്നു. ഇവിടെയാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.